ഇപ്പോൾ വി ഡി സതീശൻ വോക്കൌട്ട് പ്രസംഗം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. ലീഗൽ ഒബ്ജക്ഷൻ പറഞ്ഞത് FRBM ആക്ടിന്റെ പരിധിയിൽ വരും. എത്ര രൂപ സർക്കാർ കടമെടുത്താലും കാര്യം എന്താ? സർക്കാർ കടമെടുക്കുമ്പോൾ ഗ്യാരണ്ടി എന്താ? സോവറിൻ ഗ്യാരണ്ടിയാണ്. സ്റ്റേറ്റിന്റെ സോവറിൻ ഗ്യാരണ്ടിയാണ്. സ്റ്റേറ്റിന്റെ സോവറിൻ ഗ്യാരണ്ടി വെച്ച് പണമെടുത്ത ആർക്കാ ലയബിലിറ്റി പേ ചെയ്യാൻ? അപ്പൊ ഇതൊരു ഇൻകം ജനറേറ്റിംഗ് മോഡൽ അല്ലാത്തത് കൊണ്ട് ഇതിന്റെ കടം അൾട്ടിമേറ്റായി ഗവൺമെന്റിന്റെ നിലയിൽ വരും. ഇനി കടമെടുപ്പിന്റെ പരിധിയിൽ അവർ അതിന്റെ പുറത്തേക്ക് ആക്കി കേന്ദ്ര ഗവൺമെന്റ് തന്നു എന്ന് വിചാരിക്കേ, അപ്പോഴും നിങ്ങൾ ഈ പൈസ തിരിച്ചടയ്ക്കണ്ടേ? ഈ പണം തിരിച്ചടയ്ക്കണ്ടേ? കാരണം എന്താ? നിങ്ങൾ കടമെടുക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സ്റ്റേറ്റ് കൊടുക്കുന്ന സോവറിൻ ഗ്യാരണ്ടിയാണ്. സ്റ്റേറ്റിന് ആ ലയബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? കേന്ദ്രം ഇനി സമ്മതിച്ചെന്ന് വിചാരിക്കേ, ഇത് 3% പെടില്ല, 3% പുറത്ത് നിങ്ങൾ കടമെടുത്തോ എന്ന് സമ്മതിച്ചൊന്ന് കരുത്. നിങ്ങളുടെ ഈ എക്കണോമിക് മോഡൽ കൊണ്ട് കേന്ദ്രം സമ്മതിച്ചാലും പണം എല്ലാ വർഷവും തിരിച്ചടയ്ക്കണ്ടേ? അടുത്ത 5 വർഷത്തേക്ക് തിരിച്ചടയ്ക്കേണ്ട പണത്തിന്റെ തുക ഞാൻ ഇവിടെ വായിക്കണോ? അത് സ്റ്റേറ്റിന്റെ ബജറ്റിന്റെ മുകളിലാണ്. ഇതാണ് തുടക്കത്തിൽ ഇവിടെ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞ ലീഗൽ ഒബ്ജക്ഷൻ. അത് യാഥാർത്ഥ്യമായി, അതിപ്പോ യാഥാർത്ഥ്യമായി. ഇപ്പോ സ്റ്റേറ്റിന്റെ ബജറ്റിന്റെ മീതെ ഒരു പ്രഷറായി കിഫ്ബി നിൽക്കുകയാണ്. നിങ്ങൾക്ക് യു ഹാവ് ടു റീപേ ദ മണി. നിങ്ങൾക്ക് വേറെ യാതൊരു ഓപ്ഷനും ഇല്ല. നിങ്ങൾ സ്റ്റേറ്റിന്റെ സോവറിൻ ഗ്യാരണ്ടി കൊടുത്തെടുത്ത പണം നിങ്ങൾ തിരിച്ചടയ്ക്കാൻ നിങ്ങൾക്ക് യാതൊരു ഓപ്ഷനും ഇല്ല. കിഫ്ബി ഇൻകം ജനറേറ്റിംഗ് ആയിട്ട് പണം തിരിച്ചു തരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് പണം കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ എന്താ വ്യത്യാസം? എന്താ വ്യത്യാസം? ഈ പണം നമ്മുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ കിടന്നിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്ലാനിൽ അത് അലോക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വിവിധ വകുപ്പുകളിൽ PWD ഉൾപ്പെടെയുള്ള വകുപ്പുകൾക്ക് കൊടുത്ത് ഈ പറയുന്ന മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് നടത്താമായിരുന്നു. നിങ്ങൾ എക്സ്ട്രാ എന്താ ചെയ്തത്? എക്സ്ട്രാ കടമെടുത്തു. അതൊന്നും കടമെടുക്കാം. ഇപ്പോഴും കടമെടുപ്പിന്റെ പരിധിയിൽ വന്നു. അതുകൊണ്ട് ഇതൊരു ഭയങ്കര സംഭവമാണ് എന്ന് വരുത്തി തീർക്കല്ലേ. നിങ്ങൾക്ക് നാഷണൽ ഹൈവേ പണിയാൻ 6000 കോടി രൂപ കൊടുത്തത് നിങ്ങളെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നല്ലേ കൊടുത്തത്? കിഫ്ബിയുടെ പൈസ ആണെങ്കിലും നിങ്ങൾ കിഫ്ബി ഇല്ലായിരുന്നെങ്കിലും നിങ്ങൾക്ക് 6000 കോടി രൂപ കൊടുക്കാൻ പറ്റില്ലായിരുന്നു? കൊടുക്കാം. എവിടെന്നാ കൊടുത്തത്? ഇതിനാ കൊടുത്തത്. നിങ്ങൾക്ക് അറിയില്ല. അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നത്. നിങ്ങൾ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള അല്ല, ഈ കിഫ്ബി ഇല്ലായിരുന്നുവെങ്കിലും ഇവിടെ നിൽക്കുക 20,000 കോടി രൂപയാണ് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് കിഫ്ബിക്ക് കൊടുത്തിരിക്കുന്നത്. ഇതുവരെ 20,000 കോടി രൂപ. നിങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്ന പദ്ധതികൾ 18,000 കോടിയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അല്ല, അത് വരുമ്പോൾ അതിന് പൈസ അടച്ചുകൊണ്ടിരിക്കണം. എല്ലാ വർഷവും സംസ്ഥാനത്തിന്റെ, അറിയാതെ പറയാ, സംസ്ഥാനത്തിന്റെ ബജറ്റിൽ നിന്ന് ഈ പൈസ അടച്ചുകൊണ്ടിരിക്കണം. പറഞ്ഞല്ലോ, മോട്ടോർ വെഹിക്കിൾ ടാക്സ് ഇതും കൂടി 20,000 കോടി വരും. ഞങ്ങൾ എന്താണ് ഇതിൻ്റെ അകത്ത് ഞങ്ങൾ എതിർത്തൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. പ്ലാനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ. അത് കേന്ദ്ര ഗവൺമെൻറ് BJP പറഞ്ഞു. ഞാൻ രാഷ്ട്രീയം പറയില്ല. ഞാൻ ഡൽഹി ഇലക്ഷനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയമല്ലത്. ഇല്ലേ, അത് വേറെ സമയത്ത് മറുപടി പറയാം. അതായത് ഡൽഹിയിലെ രീതി എന്താ? പ്ലാനിംഗ് കമ്മീഷൻ പ്ലാൻ മാറ്റിയിട്ട് പ്രോജക്റ്റിൻ്റെ പുറകെ പോവാണ്. പ്ലാൻ മാറ്റി പ്രോജക്റ്റിൻ്റെ പുറകെ പോകുന്നത് റൈറ്റ് എക്സ്ട്രീമിസമാണ്, തീവ്ര വലതുപക്ഷവാദമാണ്. അത് CPM അടക്കമുള്ള എല്ലാ പാർട്ടിയിലും അതിനെ എതിർത്തിട്ടുണ്ട്. പ്ലാനിൻ്റെ പ്രശ്നം എന്താ? പ്ലാനിനൊരു പ്രയോറിറ്റി ഉണ്ട്. പ്ലാൻ വരുമ്പോൾ 1000 കോടി രൂപ ഉണ്ടെങ്കിൽ 100 കോടി രൂപ പട്ടികജാതിക്കാർക്ക് പോവും, 20 കോടി രൂപ പട്ടികവർഗക്കാർക്ക് പോവും. ഭൂമിശാസ്ത്രപരമായ പ്രയോറിറ്റികൾ, രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ പ്രയോറിറ്റികൾ നിശ്ചയിച്ചിട്ടാണ് ആ പണം കൊടുക്കുന്നത്. പ്ലാൻ ഇല്ല, പ്രോജക്റ്റ് ആണെങ്കിൽ വേറെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാൻ പറയുന്നില്ലത്. പ്രോജക്റ്റിൻ്റെ പുറകെ പോകുമ്പോൾ പ്രോജക്റ്റിനോടാണ് അട്രാക്ഷൻ. ഇത് പ്രോജക്റ്റുകളാണ്, പ്ലാനിൻ്റെ ഭാഗമല്ല. അതുകൊണ്ടാണ് റോജി എം ജോണിയുടെ ക്ലിയറായിട്ട് പറഞ്ഞത്, നിങ്ങൾ ഇത്ര കോടി ചെലവാക്കിയപ്പോൾ ഇത്രയും പൈസ നിങ്ങൾ പ്ലാനിലാണ് ചെലവാക്കിയേക്കണമെങ്കിൽ അതിൻ്റെ 12% നിങ്ങൾ പട്ടികവർഗക്കാർക്ക് കൊടുക്കണമായിരുന്നു. ഇപ്പം നിങ്ങൾ ചെലവാക്കിയേക്കണ പണത്തിൻ്റെ 3% താഴെയാണ് പട്ടികവർഗ പ്രോജക്റ്റിന് വേണ്ടി ചെലവാക്കിയിരിക്കുന്നത്. അപ്പോൾ പ്ലാനിനൊരു അന്തസത്തയുണ്ട്. പ്ലാനിൻ ഉപേക്ഷിച്ച് നിങ്ങൾ പ്രോജക്റ്റിന് പുറകെ പോകുമ്പോൾ ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന സാമൂഹ്യ വിഭാഗങ്ങളോട് ഒച്ചയുണ്ടാക്കുന്നത് ശ്രദ്ധിക്കണം. നീതി പുലർത്താൻ പറ്റില്ല. ഇത് ഞങ്ങളിവിടെ റൈസ് ചെയ്ത പോയിന്റാണ്. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയമാണ്. ഇത് BJP നയമാണ്. പ്രോജക്റ്റിന്റെ പുറകെ പോകുന്നത്
പ്രോജക്റ്റ് അല്ല, പ്ലാനിന്റെ ഭാഗമായിട്ട് പ്രോജക്റ്റ് ചെയ്യണം എന്നുള്ള പോയിന്റാണ് ഞങ്ങളുള്ളത്. പിന്നെ ഇത് ടാക്സ് കൊടുത്ത പണമാണ്, കട കൊടുത്ത പണമല്ല, ടാക്സ് കൊടുത്ത പണം, പെട്രോളിയം സെസ് കൊടുത്തത്, മോട്ടോർ വെഹിക്കിൾ ടാക്സ് കൊടുത്തത്. എന്നിട്ട് അതിൻ്റെ മീത് വീണ്ടും ടോൾ ഏർപ്പെടുത്തിയാൽ ഡബിൾ ടാക്സേഷനാണ്. നിങ്ങൾ NHA ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അല്ലേ NHA പണിയുന്നത്. അവർ വേറെ പണം എടുത്തിട്ട് കടമെടുത്തിട്ടാണ് ഇത് നടത്തുന്നത്. എന്നിട്ട് അവർ ടോൾ വിരിക്കുകയാണ്. നമുക്ക് ടാക്സ് അല്ല സെസ് വേറെ. ഞാൻ പറഞ്ഞേക്ക് ഇത് ചെയ്യുവാണ്. നമ്മൾ ഡബിൾ ടാക്സേഷനാണ്. നമ്മൾ മോട്ടോർ വെഹിക്കിൾ ടാക്സും മേടിച്ചു ആളുകളോട്, റോഡിൽ പെട്രോൾ ഒഴിച്ച് വണ്ടി ഓടിക്കുന്നതിൻ്റെ ടാക്സും മേടിച്ചു, 2 ടാക്സ് മേടിച്ചു. എന്നിട്ട് അതിൻ്റെ മീതെ വീണ്ടും ടോളിൻ്റെ ടാക്സാണ്. ട്രിപ്പിൾ ടാക്സേഷനാണ്. റോഡിലൂടെ യാത്ര ചെയ്യുന്നതിന് നിങ്ങൾ മോട്ടോർ വെഹിക്കിൾ ടാക്സും പെട്രോളിയം സെസ്സും മേടിച്ച് ഇനി ടോളും കൂടി നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നു. ശരിയല്ല, ഇത് നീതിപൂർവമായ ഒരു നിലപാടല്ല. അതുപോലെ നിങ്ങൾ മസാല ബോണ്ട് വാങ്ങിക്കാൻ പോയി, ഞങ്ങൾ അതിനെ എതിർത്തു. 9.72% പലിശയ്ക്കാണ് 2150 കോടി മേടിച്ചിട്ട് 3150 കോടി രൂപ തിരിച്ചടച്ചു. അത് ബജറ്റിൽ നിന്നാണ് തിരിച്ചടച്ചത്. ഈ അന്താരാഷ്ട്ര ഫിനാൻസ് മാർക്കറ്റിൽ 1%-നും 0%-നും ലോൺ കിട്ടും. എത്രയാണ് ജർമ്മൻ കമ്പനിയിൽ നിന്ന് നമ്മുടെ മെട്രോയ്ക്ക് മേടിച്ചത്ര 1.5% അല്ലേ ഇൻട്രസ്റ്റ്. 1.5%-നാണ് UDF ഗവൺമെന്റിന്റെ കാലത്ത് ജർമ്മൻ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ലോൺ വാങ്ങിച്ചത്. 1%-നും 1.5%-നും 0.5-നും 0%-നും അന്താരാഷ്ട്ര ഫിനാൻസ് മാർക്കറ്റിൽ ലോൺ കിട്ടുമ്പോൾ നിങ്ങൾ അവിടെ പോയി മണിയടിച്ച് 9.72%-ന് മസാല ബോണ്ട് വാങ്ങിച്ചു. എന്നിട്ടത് 6%-ന് ഇവിടുത്തെ ബാങ്കിൽ കൊണ്ടിട്ട്, 6%-ന് ഇവിടുത്തെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇവിടെ കൊണ്ടിട്ട് 6%-ന്. ശരിയാണോ? ഇതാണോ എക്കണോമിക് മോഡൽ? ഇതാണ് ഓൾട്ടർനേറ്റീവ് എക്കണോമിക് മോഡൽ എന്ന് പറയുന്നത്. സാർ ഇവിടെ C&AG-യുടെ ഇതിനെ കുറിച്ച് പറഞ്ഞു. C&AG-യുടെ കാര്യം പറഞ്ഞു. C&AG സ്ക്രൂട്ടിനി ചെയ്യണ്ടേ സാർ? സർക്കാരിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ചെലവാക്കുന്ന പണത്തിൻ്റെ സ്ക്രൂട്ടിനി ഈ സഭ ചെയ്യണ്ടേ? ലെജിസ്ലേച്ചർ പ്രോസസ് അല്ലേ ഇത്? നമ്മുടെ സഭ ഡിമാൻഡ് പരിശോധിക്കും ഇല്ലേ? ഡിമാൻഡ് ചർച്ച നടത്തും ഓരോ വകുപ്പിനെ കുറിച്ച്. അതിൻ്റെ മീതെയുള്ള അപ്രോപ്രിയേഷൻ നമ്മൾ പാസ്സാക്കും. അതായത് ധനം ചെലവാക്കാൻ ഉള്ള അനുമതി, പിന്നെ അത് ധനവിനിയോഗത്തിനുള്ള അനുമതി. ഈ 2 കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഓരോ രൂപ ചെലവാക്കുന്നതും തലനാരിഴകീറി പരിശോധിക്കുന്ന സ്ഥലമാണ് ലെജിസ്ലേച്ചർ. അതല്ലേ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ബജറ്റിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി തുടർച്ചയുണ്ടാവുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോസസ്സാണ്. ഈ കിഫ്ബി എന്ന് പറയുന്നത് സാർ ആ ലെജിസ്ലേച്ചർ പ്രോസസ്സിനെ, ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷനെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യാണ്, മാറ്റി നിർത്തുകയാണ്. ഒരു സ്ക്രൂട്ടിനി ഇല്ല.